നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ സഹനങ്ങൾ വരുന്ന പോലെ നമ്മൾ ദൈവത്തോട് അടുക്കാനും ദൈവീക കാര്യങ്ങളോട് അടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ആകപ്പാടെ താറുമാറാകുന്നത് പോലെ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചിന്തിക്കുന്ന ഒരു വിഷയത്തിലുള്ളൂ, ദൈവത്തോട് ഒരാൾ അടുത്താലും ദൈവത്തോട് അകന്നു നിൽക്കുന്നവരുടെ ജീവിതം നോക്കിയാലും സഹനങ്ങൾ ഒരു യാഥാർത്ഥ്യം പോലെ എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. എല്ലാ വ്യക്തികളെയും നമ്മൾ പരിശോധിച്ച് നോക്കുക. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലെ നമ്മളോട് ആരെങ്കിലുമൊക്കെ പറയും നിങ്ങൾ ദൈവത്തോട് അടുക്കുക. നമ്മുടെ ബുദ്ധി തന്നെ നമ്മളോട് പറയും ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ നിങ്ങൾക്ക് സഹനമാണ്, നമ്മളോട് തന്നെ നമ്മുടെ ബുദ്ധി പറയും. എന്നാൽ ശ്രദ്ധിച്ചോ, സഹനം ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തോട് അടുക്കാത്തവരുടെ ജീവിതത്തിൽ ഇതുണ്ട്, ദൈവത്തോട് അടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ പിശാച് ആ സഹനത്തെ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി അത് ഉപയോഗിക്കും. അത് കണ്ടോ, പ്രാർത്ഥിച്ചത് കണ്ടോ? എന്നിട്ട് നിങ്ങൾ സഹനം വന്നില്ലേ? നമ്മുടെ സഹനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് പിശാച് അകറ്റാൻ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആനിമൽ പ്ലാനറ്റ് എന്ന ചാനലൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റും, ചില കൂട്ടമായിട്ട് നടക്കുന്ന മൃഗങ്ങളെ കടുവയാണേലും ചെന്നായാണേലും പിടിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനെ കൂട്ടം തെറ്റിക്കും. അത് അകത്തൂടെ ഓടി ഇതിനെ ഒരെണ്ണത്തിനെ വേർപെടുത്തും. ഒരെണ്ണത്തിനെ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിയാൽ ഈ ശത്രുവിന് ഇതിനെ പിടിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് പോലൊക്കെ തന്നെ നോക്കിക്കും. നമ്മുടെ ഒരു സഹനം വന്ന് നമ്മൾ ആകപ്പാടെ പതറിയിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ആകപ്പാടെ നമ്മൾ കുഴച്ച് മറിക്കും. എന്നിട്ട് നമ്മളോട് ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മളെ അങ്ങോട്ട് അകറ്റും. ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ ഈ ബെന്നി പുന്നത്ര എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിലെ ഒരു സംഭവം, ശാലോമിൻ്റെ ഓഫീസ് പണിയാൻ വേണ്ടി 3ഓ 4ഓ നിലയുള്ളൊരു ബിൽഡിങ് പണിയാൻ വേണ്ടി കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ എൻജിനീയർ അവിടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 3ഓ 4ഓ നിലയുള്ള ബിൽഡിംഗ് ആണ് പണിയുന്നതെങ്കിൽ നമുക്കറിയാം അത്രയും താഴോട്ട് കുഴിക്കും. അപ്പോൾ അവർ എൻജിനീയറുടെ കണക്കനുസരിച്ച് കുഴിച്ചു. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ കണക്കനുസരിച്ചുള്ള കുഴിയായി. കണക്കനുസരിച്ചുള്ള കുഴിയായപ്പോൾ അതിൻ്റെ മണ്ണിന് ശരിക്കും ഉറപ്പില്ല. അപ്പോൾ അറിയാവുന്ന ഒരാൾ പറയാണ്, നല്ല കെട്ടിടം ഉയരേണ്ടതാണ്, 3-4 നിലയുള്ള ബിൽഡിംഗ് ഉയരാനുള്ളതാണ്, കണക്ക് നോക്കാതെ മണ്ണിന് ഉറപ്പുള്ള അത്രയും കൂടെ താഴ്ത്താൻ പറഞ്ഞു. ഇപ്പം മണ്ണിന് ഉറപ്പില്ല, മണ്ണിന് ഉറപ്പുള്ള കുറച്ചുകൂടെ അങ്ങ് താഴ്ത്തി ഉറപ്പുള്ള മണ്ണ് അവിടെ പില്ലർ വാർത്താൽ മതി, അവിടെ അടിസ്ഥാനം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് നമ്മളെയൊക്കെ ജീവിതത്തിൽ ചില കുഴിക്കുന്ന അനുഭവങ്ങളും നമ്മളെ ശരിക്കും താഴ്ത്തുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം പിടികിട്ടില്ല. എനിക്കും പിടികിട്ടത്തില്ല. നമുക്കൊരു സഹനം വരുമ്പോൾ നമ്മളോട് ചിലപ്പോൾ ആളുകൾ പറയും ദാ ഇന്ന് നല്ലൊരു കാര്യം, നമുക്ക് അന്നേരം നമ്മുടെ ബുദ്ധിയിൽ അത് ഒരിക്കലും സ്വാധീനിക്കത്തില്ല. നമുക്ക് ആ സഹനം, അതായത് എൻ്റെ കാലയിൽ ഒരു മുറിവുണ്ടെങ്കിൽ അതിൻ്റെ വേദന നിങ്ങൾക്കല്ല അറിയാവുന്നത്, എനിക്കറിയാവുന്നത്. ഓരോ വ്യക്തികളും ചിന്തിച്ച് നോക്കിയാൽ മറ്റുള്ളവരും ഇങ്ങനെ ഉപദേശിക്കുകയൊക്കെ പറയും, നമുക്ക് അന്നേരം നമ്മുടെ മനസ്സിൽ പിടിക്കത്തില്ല. പക്ഷെ ഒരു ആത്മീയ സത്യമുണ്ട്, നമുക്കോരോ സഹനങ്ങളും അത് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ദൈവം പണിതുയർത്താനാണ്. അതായത് മക്കൾ രക്ഷപ്പെട്ടു പോയ ചില കുടുംബങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മക്കൾ രക്ഷപ്പെട്ടു, നല്ല നിലയിൽ രക്ഷപ്പെട്ടു പോയ ചില മക്കൾ അവരനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. മാതാപിതാക്കളുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർ ആയകാലം മുഴുവൻ വലിയ സഹനത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നു പോയവരാണ്. വലിയ സങ്കടത്തിലൂടെയാണ് അവരുടെ ആയകാലം മുഴുവൻ കടന്നുപോയത്. പക്ഷെ അതിൻ്റെ നന്മ മുഴുവൻ മക്കളിൽ ഉയർച്ച വരുമ്പോൾ ഈ മക്കൾ കണ്ടതാണ് അവരുടെ ചെറുപ്പകാലം മുഴുവൻ ഈ മാതാപിതാക്കൾ സഹനത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നോക്കിക്കേ, മാതാപിതാക്കൾ എന്തിനു സഹിച്ചു? ഇന്ന് സൽസ്വഭാവമുള്ള മക്കളെ പണിതുയർത്താൻ വേണ്ടി ദൈവം അവരെ ചില സഹനങ്ങളിലൂടെ കടത്തിവിട്ടു. ഇന്ന് തലയെടുത്ത് ഉയർന്നു നിൽക്കുന്ന പല സംരംഭങ്ങളും സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു നിൽക്കുന്നതായി നമ്മൾ കണ്ടാൽ അതിൻ്റെ പുറകിൽ ആരൊക്കെയോ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ചരിത്രം അതിനുണ്ട്. ഹല്ലേലൂയ,
ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ബൈബിളിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, 11-12. പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ, അന്ത്യോക്യയിൽ, ഇക്കോണിയത്തിൽ, ലിസ്ത്രായിൽ, ഈ പ്രദേശത്തൊക്കെ എനിക്ക് ഒരു മനുഷ്യനും ചിന്തിക്കാനാവുന്നതിലധികം സഹനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് പൗലോസ്ലീഹായ്ക്ക് മാത്രമല്ല, പൗലോസ്ലീഹായെ അറിയുന്ന വ്യക്തികൾക്കും ബോധ്യമായ കാര്യമാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറഞ്ഞ അടുത്ത വാക്യം ഇതാണ്: ഇവിടെയൊക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവയിൽ നിന്നെല്ലാം ഞാൻ അനുഭവിച്ച ഓരോ സഹനങ്ങളിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ആശ്വാസവാക്ക് പറഞ്ഞു എന്നല്ല. ബൈബിളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കൃത്യമായിട്ട് അത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ്ലീഹ പറയാണ്, ഓരോ സഹനങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ കൂടുതൽ സഹനങ്ങൾ? എന്നാൽ ഒരു കാര്യം നോക്കിക്കോ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കേണ്ട, ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണല്ലോ ഈ സഹനമെന്ന് ചിന്തിക്കരുത്. സഹനം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് ഒരു 5 മിനിറ്റെങ്കിലും ഇത് എന്താണ് ദൈവമേ ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ദൈവം അത് നിങ്ങളോട് പറഞ്ഞു തരും. ദൈവം ഈ സഹനത്തിലൂടെ എന്നെ കുറച്ചുകൂടെ ഒന്ന് ദൈവത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ സഹനം വേണം. ദൈവത്തിന് അറിയാം. നമുക്കെപ്പോഴും ലോകം മുഴുവൻ കയ്യടിയും സന്തോഷവും മാത്രമോ തരുന്നെങ്കിൽ നമ്മളെപ്പോഴും കയ്യടിയും സന്തോഷവും തരുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കുള്ളൂ. ഞാനും നിങ്ങളും എൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും മുഴുവൻ പ്രോത്സാഹനവും സന്തോഷവും നൽകുന്നെങ്കിൽ ഞാൻ അവരോട് എപ്പോഴും പറ്റിച്ചേർന്നിരിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണത്. നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികൾ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ അധികം ആശ്രയിക്കാൻ പോവുകയല്ല. നമ്മളെപ്പോഴും അവരോട് ചേർന്നിരിക്കും. അവരുടെ നല്ല വാക്കുകളും സപ്പോർട്ടുകളും സന്തോഷങ്ങളൊക്കെ നമുക്കൊരു ബൂസ്റ്റിംഗ് ആയി എപ്പോഴും നമ്മൾ അവരോട് നിൽക്കും. നമുക്ക് ഇവിടുന്ന് പെട്ടെന്നൊരു വേർപെടുത്തൽ ഉണ്ടാകുമ്പോൾ, അവിടുന്ന് പെട്ടെന്ന് ഒരു സഹനം വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഒരു ദേവാലയത്തിൽ പോയി ഇരിക്കുന്നതും കണ്ണുകളടച്ച് എൻ്റെ ദൈവമേ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്നതും. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് മനസ്സുകൊണ്ട് അടുക്കുന്നത്. ദൈവത്തോട് മനസ്സുകൊണ്ട് അടുക്കാൻ ദൈവം ചില സഹനങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഇത്ര സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തോ, ഈ ഇപ്പോഴുള്ള ഒരു സഹനത്തെ നോക്കി തലകുനിച്ചിരിക്കരുത്. നമ്മൾ തലകുനിച്ചിരുന്നു പോകുന്നവരാണ്. തലകുനിച്ചിരിക്കരുത്. ഇതിലൂടെ തലമുറയെ പണിതുയർത്തുന്ന ഒരു ദൈവകരം നിങ്ങൾ കാണുക. തലമുറയെ, നിങ്ങളുടെ കുടുംബത്തെ പണിതുയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരം ഓരോ സഹനത്തിലും കാണുക. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ശരിക്കും ആശ്രയം ദൈവത്തിൽ മാത്രമേ പാടുള്ളൂ. മറ്റെല്ലാ ബന്ധങ്ങളും തീർന്നു പോകുന്ന ബന്ധങ്ങളാണ്. നിങ്ങൾക്ക് 10 ഏക്കർ സ്ഥലമുണ്ടെന്ന് കരുതുക. മരിച്ചു കഴിയുമ്പോൾ 10 ഏക്കർ സ്ഥലവും ഇട്ടിട്ട് പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ കഴുത്തേൽ ഒരു 25-10 പവന്റെ മാലയുണ്ട്, സ്വർണ്ണമുണ്ട് നിങ്ങളുടെ കഴുത്തേലും കാതിലും ഒക്കെ ആയിട്ട്. മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബന്ധം തീർന്നു. ആ ബന്ധം ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മുടെ സമ്പത്തിനോടും വാഹനത്തോടും സ്വത്തിനോടും ബിസിനസ്സിനോടുമുള്ള ബന്ധങ്ങളെല്ലാം മരണം വരെയുള്ളൂ. അത് കഴിഞ്ഞ് ആ ബന്ധം വേർപെടുത്തിയേ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തു നോക്കിക്കേ, ഈ സമ്പത്തിനോടും ഈ വ്യക്തികളോടൊക്കെയുള്ള ബന്ധങ്ങൾ തീർന്നാലും ദൈവത്തോടുള്ള ബന്ധം അവിടം കൊണ്ട് തീരുന്നില്ല. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര ഏക്കർ സ്ഥലം സമ്പാദിച്ച് എത്ര ലക്ഷം കോടി രൂപ നമ്മൾ ബാങ്കിലിട്ടാലും മരണം വരെ ആ സമ്പത്തിനോടുള്ള ബന്ധം നിലനിൽക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കുള്ളത് ഒരു 500 രൂപയിൽ താഴെയുള്ള ഒരു ഷർട്ടോ മുണ്ടോ ഒരു തുണിയോ ഉള്ളൂ.
അത് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ, ബാക്കിയൊന്നും തരുന്നില്ല. ദൈവത്തോടുള്ള ബന്ധം അങ്ങനെയല്ല. മരണശേഷം പോലും തീരാത്ത ബന്ധമാണ് ദൈവത്തോട് നമുക്കുള്ളത്. ഇനി ഒരു കാര്യം നോക്കിക്കേ, പക്ഷെ നമ്മുടെ ദൈവാരാധനയൊക്കെ അത്രയും ഒരു ബന്ധത്തിൽ കുറവാണ്. ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നേക്കാൾ താഴെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അളവ്. മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന അളവും ഹൈന്ദവ സഹോദരൻ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന സമയവും നമ്മൾ ദൈവാരാധന എടുത്തു നോക്കിക്കും, നമ്മുടെ ആരാധന തണുത്ത് ഫ്രീസറിൽ വെച്ച പോലെ കുറയുവാണ്. എന്താണ് കുറയും കാരണം? നമ്മൾ സത്യ ദൈവത്തെ അറിഞ്ഞവരും ദിനം പ്രതി അനുഭവിച്ചവരുമായിരുന്നിട്ടും ദൈവാരാധന ശക്തിപ്പെട്ടു വരുന്നില്ല. അവർ സത്യദൈവത്തെ അറിയാത്തവർ പോലും അവരറിഞ്ഞൊരു ദൈവത്തെ അവർ ആരാധിക്കുമ്പോൾ സത്യ ദൈവത്തെ, ബൈബിളിൽ നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കും, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ച സത്യ ദൈവത്തെ അറിഞ്ഞവരാണ് നമ്മൾ. ആ അറിഞ്ഞ അത്രയും ദൈവത്തോട് ഞാനും നിങ്ങളും അടുക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. എപ്പോഴും സൗഭാഗ്യങ്ങളല്ലെങ്കിലും ഓർത്തുകൊള്ളുക, ഓരോ സഹനങ്ങളും എന്നിലൂടെ ദൈവം ചില കാര്യങ്ങൾ പണിതുയർത്തുകയാണ്. ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മൾ മറ്റു പല കാര്യങ്ങൾ പണിതുയർത്തുന്നുണ്ട്. ഇന്ന് നല്ല മക്കൾ നല്ല ഉയർച്ചയിലെത്താൻ വേണ്ടി അവർക്ക് നല്ല പഠനം, അവർക്ക് നല്ല ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് സൗഭാഗ്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് ആർക്കും ദൈവത്തെ അധികം വേണ്ട. ഇന്ന് സമ്പത്ത് മതി, ജോലി മതി, വിദ്യാഭ്യാസം മതി, സൗകര്യങ്ങൾ മതി, വാഹനം മതി, ബിസിനസ് മതി, നല്ല നല്ല ചുറ്റുപാടുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്താൽ മതി, ഇതെല്ലാം മതി. എന്നിട്ട് അവരുടെ ജീവിതം അനുഗ്രഹമാകുന്നില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ എന്തോ ഒരു കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചു, നമുക്കിതിനേക്കാൾ വേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ പിടിമുറുക്കിയുള്ള ഒരു ജീവിതം എവിടെ ചെന്നാലും അനുഗ്രഹപൂർണമാകും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ ചിന്തിച്ച ഒരേ ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ എന്തിനാണ്? സഹനങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നത്, സഹനിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം ഒരുപാട് കാര്യങ്ങൾ പണിതുയർത്തിത്തരും. വിശ്വസിക്കാൻ പാടായിരിക്കും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ പറയുന്ന കാര്യം ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും, ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മൾ അനുഭവിച്ച സഹനങ്ങളെ നോക്കിക്കേ, അതിലൂടെ ദൈവം ഒരു അനുഗ്രഹം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ.